Good morning, guys. Welcome to my channel Life Canvas with Abarna. ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായി. ഞാനിപ്പോൾ എന്നും ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും കേട്ടോ. കാര്യം കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. എണീറ്റതിന് ശേഷം ഒരു 5 മിനിറ്റ് ബെഡിൽ ഇരുന്ന് ഓക്കെയൊക്കെ ആയതിനു ശേഷം ബാത്റൂമിൽ പോയി ഫ്രഷായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകാനായിട്ട് റെഡിയാകാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം വെട്ടം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന റൂമിൽ വന്നു. ട്രെഡ്മില്ല് തലേദിവസം ചേട്ടൻ നടന്നതിന് ശേഷം പൊക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിനെ താത്തി സ്വിച്ചൊക്കെ ഓൺ ചെയ്തതിന് ശേഷം പ്ലഗൊക്കെ കൊടുത്ത് സ്വിച്ചൊക്കെ ഓൺ ചെയ്തു. ഓൺ ചെയ്ത് ഓൺ മോഡിലാക്കിയതിന് ശേഷം ഓക്കെ, അപ്പോൾ ഞാൻ നടക്കാനായിട്ട് പോവുകയാണ്. അരമണിക്കൂറത്തെ നടത്തത്തിനും എക്സസൈസിനും ശേഷം ഞാൻ ജേർണൽ എഴുതാനായിട്ടിരുന്നു. ഇത് ഒരുപാട് വർഷം മുമ്പ് ഞാൻ തുടങ്ങിയൊരു ശീലമാണ് ജേർണലിങ്. ഇടയ്ക്ക് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു രീതിയാണ് ഈ ജേർണലിങ് എഴുതുക എന്ന് പറയുന്നത്. ഞാൻ മെയിനായിട്ടും ജേർണലിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഹാബിറ്റ് ട്രാക്കറും മൂഡ് ട്രാക്കറുമാണ്. ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം ഒരു കലണ്ടർ പോലെ നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ കണക്ക് വരയ്ക്കുക. വരച്ചതിന് ശേഷം എല്ലാ ഡേറ്റ്സും അതിനകത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഓരോ ദിവസവും നമ്മൾ ആ ഹാബിറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡേറ്റിന് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റു മാർക്ക് കൊടുക്കുക. സോ ഈ മന്ത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ദിവസം നമ്മൾ ആ ഹാബിറ്റ് കംപ്ലീറ്റ് ചെയ്തു, എത്ര ദിവസം ചെയ്തില്ല എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതിനുശേഷം വർക്കൗട്ടിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ബാൽക്കണിയിലേക്ക് പോയി. ബാൽക്കണിയിൽ നിന്നുള്ള രാവിലത്തെ വ്യൂ വളരെ അടിപൊളിയാണ് കേട്ടോ. കാണുന്നില്ലേ, ഇതേപോലെ വളരെ ഒരു ചെറിയൊരു മഞ്ഞും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. സോ ഞാൻ ഇടയ്ക്കൊക്കെ രാവിലെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇടയ്ക്കൊക്കെ രാവിലെ ഇങ്ങനെ ഇവിടെ നിൽക്കാറുണ്ട്. എനിക്ക് മുകളിൽ ബാൽക്കണിയിൽ ഞാനിപ്പോൾ കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെടികളോട് ചെറിയൊരു ക്രേസ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് പ്ലാന്റൊക്കെ വാങ്ങി ഇപ്പോൾ ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ കുറച്ച് നേരം അവരുടെ അടുത്തൊക്കെ വന്നിങ്ങനെ നിൽക്കും. ഈ ചെടിയുടെ ഒന്നും പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞങ്ങൾ ചെടിക്കടയിൽ പോയപ്പോഴത്തേക്ക് ഭംഗി കണ്ട് മേടിച്ചതാണ്. സോ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ പ്ലാന്റ് ചെയ്തു. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഫാമാണ് കേട്ടോ. നമ്മുടെ ചെറിയ ഫാമാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ റൂമിലേക്ക് പോകുകയാണ്. റൂമിലേക്ക് പോയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. ഓക്കെ, അതിനുശേഷം കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം രാവിലെ ഒരു ചെറിയ സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ടാവും. വലിയ രീതിയിലൊന്നുമില്ല, ചെറിയൊരു മോയ്സ്ചറൈസർ, ലിപ് ബാം, തൊട്ട് ഇത്ര തന്നെയാണുള്ളത്. അപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് മോയ്സ്ചറൈസറാണ്. അതൊരു കുറച്ച് എമൗണ്ട് എടുത്ത് ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് അതിന് ഡാബ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ്. അടുത്തായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മമ്മാർത്തിൻ്റെ ടിൻറ്റഡ് ലിപ് ബാമാണ്. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഐടെക്സിൻ്റെ പൊട്ടാണ് വെക്കുന്നത്. പൊട്ട് എനിക്ക് എന്തായാലും മസ്റ്റാണ്. സോ അതിനുശേഷം മുടി അഴിച്ചിട്ട് മുടി നന്നായിട്ട് ചീകി നടുക്കൂടെ ഒരു വകുപ്പൊക്കെ എടുത്ത് നന്നായിട്ട് ചീകി ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രീക്സിൻ്റെ ഒരു ഹെയർ സിറമാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ സിറം നമ്മൾ എപ്പോഴും നനവോടെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യണം. സോ ഞാൻ 2 പംപ്സ് എടുത്തിട്ട് ഞാൻ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ബോഡി ലോഷനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് എൻചാൻറ്റിൻ്റെ ബോഡി ലോഷനാണ്. സോ അതും കുറച്ച് എമൗണ്ട് എടുത്തിട്ട് രണ്ട് കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ താഴേക്ക് പോയതിന് ശേഷം ഞാനിപ്പോൾ രാവിലെ എന്നും കഴിക്കുന്നത് ഓൾ നൈറ്റ് ഓട്സ് ആണ്. സോ ഓൾ നൈറ്റ് ഓട്സ് ഞാൻ ഇന്നലെ രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാലും ചിയാ സീഡും കൂടെ വെച്ച് ഫ്രിഡ്ജിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ്. ഇതിലേക്ക് ഞാനൊരു റോബസ്റ്റ പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മുന്തിരിയാണ്. സോ നമ്മുടെ പച്ചമുന്തിരിയില്ലേ, അതായത് ഈ ചെറിയ മധുരമുള്ള മുന്തിരി, അതാണ് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് കാഷ്നട്ടാണ്. സോ അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നത് ഒരു സ്പൂൺ ഹണിയാണ്. ഹണി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ
ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കഴിക്കുന്നത്. കുറച്ചുകൂടെ ലിക്വിഡി ആയിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. സോ ഞാനും മോളും കൂടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ശകലം വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവൾക്ക് വലിയ താല്പര്യമില്ല. മോഹം തിരിച്ച് കളഞ്ഞു. എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.